നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. RSSന്റെ വംശീയ ഉന്മൂലന ലക്ഷ്യം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വഖഫ് ഭേദഗതി ബില്ല് അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച SDPI ദേശവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ താനൂരിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. താനൂർ ഹാർബർ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം താനൂർ നഗരം ചുറ്റി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ താനൂർ മണ്ഡലം പ്രസിഡന്റ് CM സദഖത്തുള്ള അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി വിഷയാവതരണം നടത്തി. വഖഫ് ഭേദഗതിയെ ന്യായീകരിക്കാൻ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ നിരത്തിയത് പച്ചക്കള്ളങ്ങളാണെന്നും ഈ ഭേദഗതി രാജ്യത്തിന്റെ ബഹുസ്വരതയെയും അഖണ്ഡതയെയും തകർക്കുന്നതാണെന്നും സാമൂഹിക നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട് ദാനം ചെയ്ത സ്വത്തുക്കൾ നിയമത്തിന്റെ പഴുതിലൂടെ തട്ടിയെടുക്കാനാണ് RSSന്റെ ഈ ഗൂഢ നീക്കമെന്നും ഹമീദ് പരപ്പനങ്ങാടി പറഞ്ഞു. RSS എന്ന് പറയുന്ന മനുഷ്യകുലത്തിന്റെ കാട്ടാളമുഖങ്ങള് അന്ന് നടപ്പിൽ വരുത്തിയതിന് സൂചന നൽകുന്നുണ്ട്. അതായത് 2000-ഓളം വരുന്ന മനുഷ്യ ജീവനുകളെ പച്ചക്ക് ചുട്ടുകൊന്ന RSS, ആ RSS ആണ് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ല് രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യം RSS വൽക്കരിക്കാനുള്ള മുഴുവൻ നടപടികളും രാജ്യത്ത് വേഗത്തിൽ നടപ്പിലായി കഴിഞ്ഞു. TV ഉമ്മർ കോയ, മുനീർ മംഗലത്ത്, ഫിറോസ് നൂർ മൈതാനം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.